DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 9 തിങ്കൾ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. 10-ാം തീയതി 8 ജില്ലകളിലാണ് മഴ സാധ്യതയുള്ളത്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. ഇന്ന് പവന് 1440 രൂപ കുറഞ്ഞതോടെ സ്വർണ്ണവില വീണ്ടും 1,20,000-ൽ താഴെ എത്തിയിരിക്കുകയാണ്. 1,18,560 രൂപയാണ് പുതിയ പവൻ വില. ഗ്രാമിന് ആനുപാതികമായി 180 രൂപയാണ് കുറഞ്ഞത്. 14,820 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഈ മാസം 1-ന് 1,26,920 രൂപയായിരുന്നു സ്വർണ്ണവില. ഇതുതന്നെയാണ് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കും. 6 ദിവസത്തിനിടെ 8,000-ൽ പരം രൂപ ഇടിഞ്ഞ ശേഷം കൂടിയും കുറഞ്ഞും നിൽക്കുകയാണ് സ്വർണ്ണവില. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ തുടക്കത്തിൽ വൻ കുതിപ്പ് നടത്തിയതിന് പിന്നാലെയാണ് സ്വർണ്ണവില ഇടിഞ്ഞത്. അടുത്ത അറിയിപ്പ്, ഒരാഴ്ചക്കകം 65,000 മുൻഗണനാ റേഷൻ കാർഡുകൾ കൂടി സംസ്ഥാനത്ത് വിതരണം ചെയ്യുമെന്ന അറിയിപ്പ് എത്തിയിരിക്കുകയാണ്. ജനുവരിയിൽ 35,000-ലേറെ കാർഡുകൾ നൽകിയിരുന്നു. തുടർന്ന് ഫെബ്രുവരി 24 വരെ സമർപ്പിച്ച ഓൺലൈൻ അപേക്ഷകളിലാണ് ഭക്ഷ്യവകുപ്പ് വേഗത്തിൽ പരിശോധന പൂർത്തിയാക്കി കൂടുതൽ കാർഡുകൾ എത്തിക്കുന്നത്. സ്വമേധയാ സറണ്ടർ ചെയ്യാൻ അവസരം നൽകിയതിലൂടെയും ഓപ്പറേഷൻ യെല്ലോ എന്ന തീവ്ര പരിശോധനയിലൂടെയും അനർഹർ കൈവശം വെച്ച കാർഡുകൾ മടക്കി വാങ്ങി അർഹർക്ക് വിതരണം ചെയ്തു. കഴിഞ്ഞ മെയിൽ മസ്റ്ററിംഗ് പൂർത്തിയായപ്പോൾ 1,00,000-ലേറെ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിൽ ഒഴിവ് വന്നിരുന്നു. അത്രയും പേർക്ക് കാർഡുകൾ തരം മാറ്റി നൽകാൻ തീരുമാനിച്ചു. ഇതുവരെ വിതരണം ചെയ്തതിൽ 6.35 ലക്ഷം കാർഡുകളിൽ 60,000 കാർഡുകൾ AAY മഞ്ഞ കാർഡുകളാണ്. ബാക്കി PHH പിങ്ക് കാർഡുകളും. എന്തായാലും ഒരാഴ്ചക്കകം തന്നെ ഈ 65,000 മുൻഗണന റേഷൻ കാർഡുകൾ സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്നതാണ്. അതോടൊപ്പം മാർച്ച് മാസത്തെ റേഷൻ വിതരണം പുരോഗമിക്കുകയാണ്. മഞ്ഞ, പിങ്ക്, നീല, വെള്ള കാർഡുകാർ ഈ മാസത്തെ റേഷൻ വിഹിതം കൈപ്പറ്റുവാൻ ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധിയുടെ 22-ാം ഗഡു വരാനിരിക്കുന്ന 11-ാം തീയതി പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്ന അവസരത്തിൽ തന്നെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്ന അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പ് എത്തിയിട്ടില്ലെങ്കിലും 11-ാം തീയതി വിതരണം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളൊക്കെയാണ് എത്തുന്നത്. അതോടൊപ്പം ഇതുവരെ EKYC ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം അത് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക. EKYC അപ്ഡേറ്റ് ചെയ്യുന്ന മുറയ്ക്ക് മാത്രമേ പേയ്മെന്റ് നടപടികൾ മുന്നോട്ട് പോകൂ. നിലവിൽ പേയ്മെന്റുകൾ അപ്ഡേഷൻ ഘട്ടത്തിലാണ്. PFMS പോർട്ടൽ ഉടൻ തന്നെ ഓപ്പൺ ആകുമെന്നും അതോടെ 2022 മുതൽ പേയ്മെന്റ് മുടങ്ങിയിട്ടുള്ള എല്ലാവർക്കും കുടിശ്ശിക ഉൾപ്പെടെയുള്ള തുക ലഭിക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന റിപ്പോർട്ടുകളും എത്തുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.